ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ പറ്റില്ലായിരിക്കും. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ സിനിമ കാണുമ്പോൾ അറിയാതെ പോകുന്നുണ്ട്. ഉദാഹരണത്തിന് അക്കരെ 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 എന്ന സിനിമയിൽ മോഹൻലാൽ ചൂളമടിക്കുന്ന ഒരു പാട്ടിന് വലിയ റെഫറൻസ് ഉണ്ടായിരുന്നുവെന്ന് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത്തരത്തിൽ സിനിമ കണ്ടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നമ്പർ 20 മദ്രാസ് മെയിൽ. 1990 പുറത്തിറങ്ങിയ ജോഷി സിനിമയാണ് നമ്പർ 20 മദ്രാസ് മെയിൽ. സിനിമയിലെ ഒരു ഭാഗത്തായി ട്രെയിനിൽ മദ്രാസിലേക്ക് അഭിനയിക്കാൻ പോകുന്ന മമ്മൂട്ടിയോട് മണിയൻപിള്ള രാജു ചോദിക്കുന്നുണ്ട് ആരുടെ സിനിമയിലാണ് അഭിനയിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ മമ്മൂട്ടി പറയുന്നുണ്ട് പ്രിയദർശന്റെ സിനിമയാണെന്ന്. പിന്നീട് സിനിമയിൽ പ്രിയദർശന്റെ ലൊക്കേഷനിൽ മമ്മൂട്ടി അഭിനയിക്കുന്നതും കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമ ഒരു 4-5 മാസം മുമ്പ് ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ട്രെയിനിൽ വെച്ചിട്ടുള്ള ആ ഒരു സീനിൽ മണിയൻപിള്ള രാജുവിനോട് മമ്മൂട്ടി പറയുന്നത് പ്രിയദർശന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ മമ്മൂട്ടി പ്രിയദർശന്റെ പേരല്ല പറയുന്നത്. നിങ്ങൾ ആ സീനിൽ മമ്മൂട്ടി ചുണ്ടനക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പ്രിയദർശൻ എന്നല്ല മമ്മൂട്ടി പറയുന്നത്, പകരം KG ജോർജ് എന്നാണ് പറയുന്നത്. അതെ, ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് KG ജോർജിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നാണ് മമ്മൂട്ടി പറയുന്നത്. പക്ഷെ ഡബ്ബ് ചെയ്തത് പ്രിയദർശൻ എന്നാണ്. ഒരുപക്ഷെ എന്തെങ്കിലും വ്യക്തിപരമായ കാരണം കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു മാറ്റം നടത്തിയത്. ഇത്രയും വർഷമായി ആ ഒരു സിനിമ കണ്ടപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ആരും ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ടായിരിക്കില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് മറ്റൊരു തമാശ പറയാം. ഈ വർഷം പുറത്തിറങ്ങിയ രേഖാചിത്രം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തായി നടിയായ അനശ്വര ഒരു പീടികയിൽ നിന്നും ഒരു സിനിമാ മാഗസിൻ തുറന്നു നോക്കുമ്പോൾ മമ്മൂട്ടി KG ജോർജ് സിനിമയുടെ ഷൂട്ടിംഗ് മദ്രാസിൽ ആരംഭിക്കുന്നു എന്ന് കൊടുത്തിട്ടുള്ളതായി കാണാം. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. രണ്ടും രണ്ട് കാലഘട്ടങ്ങളിലാണ്. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നല്ലേ. ലയൺ. 2006 ദിലീപ് ജോഷി സിനിമയാണ് ലയൺ. ഈ സിനിമയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. 2000-2006 കാലഘട്ടത്തിൽ ദിലീപ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. അത്തരത്തിലൊരു സിനിമയായിരുന്നു ലയൺ എന്ന സിനിമ പുറത്തിറങ്ങുന്നതിനും ഒരു വർഷം മുൻപ് പുറത്തിറങ്ങിയ 2005 ചാന്തുപൊട്ട്. ചാന്തുപൊട്ടിൽ അഭിനയിച്ചതിനു ശേഷം രാധ എന്ന കഥാപാത്രം തന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു പോകുന്നില്ല എന്ന് ദിലീപ് ഒരുപാട് ഇന്റർവ്യൂകളിൽ ആ സമയത്ത് പറഞ്ഞിരുന്നു. എന്നാൽ 2006 പുറത്തിറങ്ങിയ ലയൺ എന്ന ഈ ഒരു സിനിമയിലെ ഒരു ഭാഗത്തായി ദിലീപ് അറിയാതെ രാധയായി മാറുന്നുണ്ട്. ലയൺ എന്ന സിനിമയിൽ കാവ്യമാധവനോട് ദിലീപ് സംസാരിക്കുന്ന ഒരു സമയത്ത് ചാന്തുപൊട്ടിലെ രാധയുടെ ചില ചേഷ്ടകൾ ദിലീപ് അറിയാതെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. സംശയമുണ്ടെങ്കിൽ ഈ സീൻ ഒന്ന് കണ്ടു നോക്കൂ. തൊട്ടുപിറകെ പോകുന്ന പിയെ നിവേദനം ചുരുട്ടിക്കൂട്ടുന്നു. ചാന്തുപൊട്ടും ലയണും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തിരുന്ന രണ്ട് സിനിമകളായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ദിലീപ് ലയണിൽ അഭിനയിച്ചപ്പോൾ അറിയാതെ രാധയുടെ ചില ചേഷ്ടകൾ പുറത്തു വന്നത്. ലൂസിഫർ. 2019 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ലൂസിഫർ. സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് വിവേക് ഒബ്രോയുടെ ബോബി എന്നത്. സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തത് നടൻ വിനീതായിരുന്നു. എന്നാൽ സിനിമ കണ്ടപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് വിവേക് ഒബ്രോയുടെ മലയാളമായിരുന്നു. നമുക്കറിയാം, മലയാളികൾ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം. എന്നാൽ പക്ഷേ മലയാളി അല്ലാത്ത, ഇതിനു മുൻപ് മലയാള സിനിമകൾ ചെയ്യാത്ത, മലയാളം സംസാരിക്കാത്ത വിവേക് ഒബ്രോയ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് സിനിമയിൽ മലയാളം ഡയലോഗുകൾ പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും മലയാളം ഡയലോഗിനനുസരിച്ചുള്ള അദ്ദേഹത്തിന്റെ ലിപ് സിങ്കിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ അറിഞ്ഞാൽ മതി, പ്രിയ അറിഞ്ഞോളൂ. എന്നാൽ മലയാളം ഒട്ടും പരിചയമില്ലാത്ത വിവേക് ഒബ്രോയ് ഈ സിനിമയിൽ ഇത്ര പെർഫെക്റ്റ് ആയി ലിപ് സിങ്ക് കൊടുത്ത് മലയാളം പറഞ്ഞത് എങ്ങനെയായിരിക്കുമെന്ന് സിനിമ കണ്ടപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിവേക് ഒബ്രോയ്ക്ക് മലയാളം കാണാപ്പാഠം പഠിച്ച് പറയാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ഓരോ സീനിലും താൻ പറയേണ്ട ഡയലോഗുകൾ അദ്ദേഹം ഒരു വെള്ള പേപ്പറിൽ അദ്ദേഹത്തിന് വായിക്കാൻ എളുപ്പമുള്ള ഭാഷയിൽ എഴുതി അദ്ദേഹം നിൽക്കുന്നതിന് മുൻപിലായി ഭിത്തിയിലോ മറ്റെവിടെയെങ്കിലുമോ ഒട്ടിച്ചു വെക്കും. ശേഷം ആ ഒരു പേപ്പറിൽ നോക്കി വായിച്ചിട്ടാണ് അദ്ദേഹം സിനിമയിൽ മലയാളം ഡയലോഗുകൾ പെർഫെക്റ്റ് ആയി പറഞ്ഞിരുന്നത്. പക്ഷേ അതെല്ലാ സീനിലും വർക്കൗട്ട് ആവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാ ഡയലോഗുകളും പേപ്പറിൽ നോക്കി വായിച്ചു പറയുന്നത് പ്രേക്ഷകർക്ക് പെട്ടെന്ന് പിടികിട്ടാതിരിക്കാൻ ലൂസിഫർ എന്ന സിനിമയിൽ വിവേക് ഒബ്രോയിയെ പൃഥ്വിരാജ് വളരെ തന്ത്രപരമായി ഓരോ ഫ്രെയിമിലും മാറ്റി മാറ്റിയാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിവേക് ഒബ്രോയ് നീളമുള്ള മലയാളം ഡയലോഗുകൾ പറയുന്ന സമയത്ത് ഫ്രെയിമിൽ വിവേക് ഒബ്രോയുടെ കൂടെ മറ്റാരെയും നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മലയാളം ഡയലോഗുകളിൽ മിക്കതും ക്ലോസപ്പ് മീഡിയം ഷോട്ടുകളായിരുന്നു. കാരണം ഫ്രെയിമിൽ അദ്ദേഹം മാത്രം ഉള്ളതുകൊണ്ട് പേപ്പറിൽ നോക്കി അദ്ദേഹത്തിന് ഈസി ആയിട്ട് ഡയലോഗ് വായിക്കാൻ കഴിയും. ലൂസിഫർ എന്ന സിനിമ ഒരിക്കൽ കൂടി നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നീളമുള്ള മലയാളം ഡയലോഗ് പറയുന്ന സമയത്ത് വിവേക് ഒബ്രോയ് നിൽക്കുന്ന പൊസിഷനിൽ വേറൊരു ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനി വേറൊരു ആർട്ടിസ്റ്റ് ഉള്ള സീനിലാണെങ്കിൽ പോലും വിവേക് ഒബ്രോയ് ഡയലോഗ് പറയുമ്പോൾ വേറെ എവിടെയെങ്കിലും നോക്കി നിൽക്കുന്നതായി കാണാൻ കഴിയും. എന്നാൽ ഇതിലെ ഏറ്റവും രസകരമായ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രിക്ക് വിവേക് ഒബ്രോയ് അടിച്ചു മാറ്റിയത് സാക്ഷാൽ മോഹൻലാലിൽ നിന്നുമാണ്. കാരണം 2002 വിവേക് ഒബ്രോയും മോഹൻലാലും അഭിനയിച്ച കമ്പനി എന്ന ഹിന്ദി സിനിമയിൽ മോഹൻലാൽ വളരെ നീളമുള്ള ഹിന്ദി ഡയലോഗുകൾ പറഞ്ഞിരുന്നത് പേപ്പറിൽ ഹിന്ദി ഡയലോഗുകൾ മലയാളത്തിൽ എഴുതി അത് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടാണ്. എന്നാൽ ഇതേ സൂത്രപ്പണി ചെയ്ത് മലയാളം ഡയലോഗ് പറയിപ്പിച്ച മറ്റൊരു സിനിമയാണ് 1989 കമൽ ഹാസൻ സിനിമയായ ചാണക്യൻ.
സിനിമയിലെ നായികയായ ഊർമിള മാത്തോഡ്കർ മലയാളം ഡയലോഗുകൾ പറഞ്ഞത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾ ഇന്നലെ വന്ന് വഴക്ക് പറഞ്ഞില്ലേ, അതെന്റെ അച്ഛനാ. ഈ ഒരു ടെക്നിക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻ ഹരിഹർ നഗർ 1990 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഇൻ ഹരിഹർ നഗർ. നമ്മളെല്ലാവരും കണ്ടതും എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളതുമായ ഒരു രംഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സിനിമയിലെ നമ്മളെ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ച ഒരു കോമഡി രംഗമാണ് ഫിലോമിനയും സിദ്ദിഖും തമ്മിലുള്ള ഫൈറ്റ്. രണ്ടുപേരും വളരെ ടൈമിങ്ങോട് കൂടിയാണ് ആ ഒരു സീനിൽ അഭിനയിച്ചത്. എന്നാൽ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ഒരു സീനിൽ വാതിൽ തുറന്ന് സിദ്ദിഖിനെ ചവിട്ടുകയും കത്തികൊണ്ട് സിദ്ദിഖിനെ വെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഫിലോമിനെ അല്ല. വിശ്വാസം വരുന്നില്ല അല്ലേ? സിനിമയിലെ സീൻ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചു കാണുമ്പോൾ അത് മനസ്സിലാകും. കാരണം വാതിൽ തുറക്കുമ്പോൾ സിദ്ദിഖിന്റെ നെഞ്ചിൽ ചവിട്ടുന്നത് മറ്റാരുടെയോ കാലുകളാണ്. ഇനി ഫിലോമിന കത്തിയുമായി സിദ്ദിഖിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും സിദ്ദിഖിനെ വെട്ടുമ്പോൾ സിദ്ദിഖ് ഒഴിഞ്ഞു മാറുന്ന സമയത്ത് കത്തി പിടിച്ചുകൊണ്ടുള്ള ഒരു കൈ മാത്രമാണ് ഫ്രെയിമിൽ കാണുന്നത്. കത്തി വീശുന്ന സമയത്ത് കാണിക്കുന്ന കൈ മറ്റാരുടെയാണ്. ഫിലോമിന കത്തിയുമായി സിദ്ദിഖിന്റെ അടുത്തേക്ക് വെട്ടാൻ വരുന്നത് മാത്രമേ സീനിലുള്ളൂ. ചവിട്ടുന്നതും കത്തി വീശുന്നതുമെല്ലാം വേറെ ഒരാളാണ്. സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാതിരിക്കാൻ ക്യാമറ പല ആംഗിളിൽ വെച്ച് വേഗത്തിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുകയും ചെയ്തു. 30 വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു സീൻ കാണുമ്പോൾ ഫിലോമിന സിദ്ദിഖിനെ ചവിട്ടി വെട്ടാൻ വരുന്നതായിട്ട് നമുക്ക് ഇപ്പോഴും തോന്നുകയുള്ളൂ. ഇതാണ് സിനിമയുടെ മാജിക്. പ്രജ 2001 ജോഷി മോഹൻലാൽ സിനിമയാണ് പ്രജ. സിനിമയിലെ ആരും മറക്കാത്തൊരു കഥാപാത്രമാണ് ഷമ്മി തിലകന്റെ ബലരാമൻ എന്ന വില്ലൻ കഥാപാത്രം. എന്നാൽ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്, മറ്റ് വില്ലന്മാരെ അപേക്ഷിച്ച് ഷമ്മി തിലകൻ ഈ സിനിമയിൽ ഓടുകയോ ചാടുകയോ ഒരുപാട് വേഗത്തിൽ നടക്കുകയോ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ഷമ്മി തിലകന് ഒരുപാട് വൈഡ് ഷോട്ട് പോലും സംവിധായകൻ കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഷമ്മി തിലകന്റെ കാലിന് വലിയ തോതിൽ പരിക്ക് പറ്റിയിരുന്നു. പരിക്ക് പറ്റിയ കാലിൽ ബാൻഡേജ് കെട്ടിവെച്ചിട്ടാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. ചില ഷോട്ടിൽ നമുക്ക് മുറിവും ബാൻഡേജും കൃത്യമായി കാണാൻ കഴിയും. അതോടൊപ്പം സിനിമയിൽ ഷമ്മി തിലകൻ ഡയലോഗ് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ വേദന കൊണ്ട് ചട്ടുന്നതായിട്ടും പല സീനിൽ കാണാൻ കഴിയും. ഇനി കാലിന്റെ മുറിവ് കാണിക്കാതിരിക്കാൻ കാലിന്റെ ക്ലോസപ്പ് ഷോട്ടുകളും ഒരുപാട് ഡയലോഗുകൾ നിന്നുകൊണ്ട് സംസാരിക്കാനും വൈഡ് ഷോട്ട് വെക്കാതിരിക്കാനും സംവിധായകൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ഷമ്മി തിലകൻ നടക്കുമ്പോൾ കാലിന് ഒരു ചെറിയ ചെരിവുള്ളതായി കാണാൻ കഴിയും. അയാൾ ഞാനല്ല 2015 വിനീത് കുമാർ സിനിമയാണ് അയാൾ ഞാനല്ല. സിനിമയിൽ ഫിലിം സ്റ്റാറായ ഫഹദ് ഫാസിലിനെ പോലെ കണ്ടാൽ തോന്നിക്കുന്ന മറ്റൊരു വ്യക്തിയായിട്ടാണ് ഫഹദ് ഫാസിൽ അഭിനയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫഹദ് ഫാസിൽ. താൻ നടനായ ഫഹദ് ഫാസിലാണെന്ന് ആളുകളെ കാണിച്ചു പറ്റിക്കുന്ന ഒരുപാട് സീനുകൾ സിനിമയിലുണ്ട്. അങ്ങനെ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തായി രഞ്ജി പണിക്കരുടെ കഥാപാത്രം ഫഹദ് ഫാസിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തെ സഹായിക്കുന്ന ഒന്നാണ് ടിവിയിൽ കാണിക്കുന്ന ഒരു വാർത്ത. നടനായ ഫഹദ് ഫാസിൽ സിനിമാ ചിത്രീകരണത്തിനിടെ പരിക്ക് പറ്റി ആശുപത്രിയിൽ പോയി എന്ന് വാർത്തയിൽ കാണുമ്പോൾ തന്റെ കൂടെയുള്ള ഫഹദ് ഫാസിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആയിരുന്നു ആ ഒരു സീൻ. എന്നാൽ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്, സിനിമയിലെ ട്വിസ്റ്റ് വെളിപ്പെടുത്താൻ വേണ്ടി അവർ ഉണ്ടാക്കിയ ഒരു കഥയല്ലായിരുന്നു ഫഹദിന്റെ പരിക്ക്. 2014 മണിരത്നം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഫഹദ് ഫാസിലിന് ചിത്രീകരണത്തിനിടെ ധാരാളം പരിക്കുകൾ പറ്റിയിരുന്നു. അന്നതൊരു വലിയ വാർത്തയായിരുന്നു. ആ യഥാർത്ഥ വാർത്തയും അതിന്റെ ക്ലിപ്പിങ്ങുകളും അതേപടി ഉപയോഗിച്ചിട്ടാണ് അയാൾ ഞാനല്ല എന്ന സിനിമയിലെ വലിയ ട്വിസ്റ്റായി അവർ കാണിക്കുന്നത്. ഒരു സിനിമയ്ക്ക് വേണ്ടി ആ നടൻ അഭിനയിച്ച മറ്റൊരു സിനിമയിലെ സംഭവം എടുത്ത് വേറൊരു സിനിമയിൽ ഉപയോഗിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു അത്. നിറം 1999 കമൽ സിനിമയാണ് നിറം. സിനിമയിലെ ഹിറ്റ് ഗാനമായ പ്രായം നമ്മിൽ മോഹം നൽകിയെന്ന പാട്ടിനിടയിൽ പാട്ടിന്റെ വരി എഴുതിയ പേപ്പർ പറന്നു പോവുകയും ശാലിനി ആ ഒരു പേപ്പർ എടുത്ത് പാടുകയും ചെയ്യുന്നുണ്ട്. പറന്നു വീഴുന്ന പേപ്പർ പിടിക്കുന്ന സീനായിരുന്നു ആ ഒരു പാട്ടിന്റെ ഹൈലൈറ്റ്. സിനിമ കാണുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അതൊരു സാധാരണ രംഗമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, വളരെ സാധാരണമായി വീഴുന്ന ഒരു പേപ്പർ ആയിരുന്നില്ല അത്. പകരം ഒരു നൂലിൽ കെട്ടി വളരെ ഭംഗിയായി അവർ വായുവിലൂടെ ആ ഒരു പേപ്പർ പറപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു പാട്ടും പാട്ടിന്റെ അന്തരീക്ഷവും എല്ലാം കാണുമ്പോൾ ഇതൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാൻ പോകാറില്ല. എന്താലേ, മലയാള സിനിമയിൽ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.